സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങൾ തന്ന ആ സോഴ്സ് മെറ്റീരിയൽ, അതായത് റൈറ്റിംഗ് എ കോമ്പോസിഷൻ യൂണിറ്റ് 3 ഒന്ന് ആഴത്തിൽ നോക്കാൻ പോവുകയാണ്. അതെ. എങ്ങനെ ഒരു കോമ്പോസിഷൻ ചിട്ടയോടെ എഴുതാം, അതിന്റെ പ്രധാന ഘട്ടങ്ങൾ, രീതികൾ, ഇതൊക്കെ മനസ്സിലാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ ആ സോഴ്സിലുള്ള പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് വേർഡ്സ് തന്നെ നമുക്ക് കൂടുതലായി ഉപയോഗിക്കാം, അല്ലേ? എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് വിശദീകരിക്കുകയും ചെയ്യാം. തീർച്ചയായും. ഈ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാല് ശരിക്കും ഭാഗങ്ങൾ ഒരു പ്ലാൻ അനുസരിച്ച് ചേർത്ത് വയ്ക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് ഒരു ഓർഗനൈസ്ഡ് തിങ്കിങ്, പിന്നെ ഓർഗനൈസ്ഡ് റൈറ്റിംഗ്. അതാണ് കാര്യം. ശരിയാണ്. ഇത് വെറുതെ ഒരു പാരഗ്രാഫ് എഴുതുന്ന പോലെയല്ല, കുറച്ചുകൂടി കോംപ്ലക്സ് സ്കിൽസ് വേണം. കാരണം കുറച്ചുകൂടി വിസ്തരിച്ച് എഴുതണമല്ലോ. അതെ അതെ. ഓക്കെ, അപ്പോൾ നമുക്കിതിലേക്ക് കടക്കാം. ഈ പ്രീ റൈറ്റിംഗ് സ്റ്റേജിനാണ് സോഴ്സിൽ നല്ല ഊന്നൽ കൊടുത്തിരിക്കുന്നതല്ലേ? അതെ, അതാണ് ഫൗണ്ടേഷൻ. ആദ്യത്തെ സ്റ്റെപ്പ്, നിങ്ങളുടെ ടോപ്പിക് തീരുമാനിക്കുക. ഇവിടെ നമ്മൾ ആർക്കു വേണ്ടിയാണ് എഴുതുന്നത്, നമ്മുടെ റീഡർ ആരാണ്, അതുപോലെ വിഷയത്തിൽ നമുക്ക് എത്രത്തോളം നോളജ് ഉണ്ട് എന്നൊക്കെ നോക്കണം. ശരിയാണ്. താൽപ്പര്യമുള്ളൊരു ടോപ്പിക്കാണെങ്കിൽ എഴുത്ത് കുറച്ചുകൂടി എളുപ്പമാകും, അല്ലേ? കൺവിൻസിംഗ് ആവും. അവിടെയാണ് അടുത്ത പോയിന്റ് വരുന്നത്. വിഷയമൊന്ന് ചുരുക്കണം. ലിമിറ്റ് യുവർ ടോപ്പിക്. വെറുതെ ആനിമൽസ് എന്ന് പറഞ്ഞാൽ എവിടെ തുടങ്ങും, എവിടെ നിർത്തും? ഭയങ്കര വൈഡാണ്. ശരിയാണ്. അതിനെ വേണമെങ്കിൽ വൈൽഡ് ലൈഫ്, ഡൊമസ്റ്റിക് ആനിമൽസ് അങ്ങനെയൊക്കെ ചുരുക്കാം. പക്ഷേ സോഴ്സ് കൊടുത്ത എക്സാമ്പിൾ ശ്രദ്ധിച്ചോ? മോത്തിയെക്കുറിച്ചുള്ളത്. അതെ. മൈ പെറ്റ് ഡോഗ് മോത്തി, അല്ലെങ്കിൽ ഹൗ മോത്തി അവർ ബുൾ സേവ്ഡ് മൈ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു പേഴ്സണൽ അല്ലെങ്കിൽ എന്റർടൈനിങ് തലത്തിലേക്ക് വരും. അതെ, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും, നല്ല എക്സാമ്പിൾസ് ചേർക്കാൻ പറ്റും. അത് റീഡറിനെ പിടിച്ചിരുത്തും. ഓക്കെ, അപ്പോൾ ടോപ്പിക് ലിമിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത പ്രധാനപടി ഈ വിവരങ്ങൾ ശേഖരിക്കുക, ക്രമീകരിക്കുക. ഗ്യാദർ ആൻഡ് ഓർഡർ യുവർ ഡേറ്റ. അതെ. ഇവിടെ സോഴ്സ് പറയുന്നത് സമാനമായ ആശയങ്ങൾ ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്യണമെന്നാണ്. ഗ്രൂപ്പിംഗ് ഐഡിയാസ്. മങ്കി കോമ്പസിഷനിലെ കാര്യം ഓർമ്മയില്ലേ? ഗ്രോയിങ് അപ് ടു ബി എ മങ്കി. ഉണ്ട്. അതിലെ ആശയങ്ങൾ ഗ്രൂപ്പ് ചെയ്തത് നോക്കൂ. ഗ്രൂപ്പ് 1 മദർ ഇൻഫന്റ് റിലേഷൻഷിപ്പ്, ഗ്രൂപ്പ് 2 ചേഞ്ചസ് വിത്ത് ഗ്രോത്ത്, ഗ്രൂപ്പ് 3 ബിക്കമിങ് ആൻ അഡൾട്ട്. അത് കറക്റ്റാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാകും. ഒരു ലോജിക്കൽ ഓർഡർ കിട്ടും. അത് ചിലപ്പോൾ ക്രോണോളജിക്കൽ സീക്വൻസ് ആകാം, അല്ലെങ്കിൽ കോസ് ആൻഡ് ഇഫക്റ്റ് ആകാം. ശരി. അപ്പോൾ ഈ പ്രീ റൈറ്റിംഗിലെ അവസാന സ്റ്റെപ്പാണ് ഒരു രൂപരേഖ ഉണ്ടാക്കൽ. കൺസ്ട്രക്ട് യുവർ ഔട്ട്ലൈൻ. വളരെ പ്രധാനം. അതൊരു റോഡ് മാപ്പ് പോലെയാണ്. എങ്ങോട്ട് പോകണമെന്നൊരു ധാരണ കിട്ടും. അതെ, വഴിതെറ്റില്ല. ആ എൻവയറൺമെന്റൽ ഡാമേജിനെക്കുറിച്ചുള്ള സാമ്പിൾ ഔട്ട്ലൈൻ സോഴ്സിലുള്ളത് നല്ലൊരു ഉദാഹരണമാണ്. ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ കാര്യകാരണങ്ങൾ, മാൻ റെസ്പോൺസിബിൾ, ഗവൺമെന്റ്, ഇൻഡസ്ട്രി, ഇൻഡിവിജ്വൽ റോൾസ്, അങ്ങനെ. അവസാനം ഒരു കോൾ ഫോർ ആക്ഷൻ, പിന്നെ ഒരു കൺക്ലൂഷൻ. എല്ലാം നല്ല കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി ശരിക്കുള്ള എഴുതിലേക്ക് വന്നാൽ ഒരു 4 പ്രധാനതരം കോമ്പോസിഷൻ സോഴ്സ് പറയുന്നുണ്ട്. ഉണ്ട്. 1 എക്സ്പോസിറ്ററി. ഇത് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ആ മങ്കി കോമ്പോസിഷനിലെ ആദ്യത്തെ വാചകം ഓർമ്മയിലെ നത്തിങ് കുഡ് ബി മോർ ഇമ്പോർട്ടന്റ്. അത് നല്ല ഒരു ഉദാഹരണമാണ്. ശരിയാണ്. എക്സ്പ്ലെയിനിങ്. 2 ആർഗ്യുമെന്റേറ്റീവ്. ഇവിടെ നമ്മൾ റീസൺസ് കൊടുത്ത് വാദിക്കുകയാണ്. ഈസ്റ്റ് ഈസ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഈസ് വെസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ആർഗ്യുമെന്റ്സ് നിരത്തുന്നു. 3 നാരേറ്റീവ്. ഇത് കഥ പറയലാണ്. മൈ മോസ്റ്റ് എംബാരസിംഗ് മൊമെന്റ് ഒക്കെ പോലെ സ്റ്റോറി ടെല്ലിംഗ്. 4 ഡിസ്ക്രിപ്റ്റീവ്. വാക്കുകൾ കൊണ്ട് ഒരു ചിത്രം വരയ്ക്കുക. ആ കേവിന്റെ വിവരണം. ദി കേവ് വാസ് ടോളറബിളി കൺവീനിയന്റ്. അതെ, ഒരു വിഷ്വൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിന് ഏത് ടൂളാണ് വേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കുന്നത് നല്ലതാണ്. വളരെ ശരിയാണ്. തെറ്റായ ടൂൾ ഉപയോഗിച്ചാൽ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. ഇവിടെ എനിക്ക് രസകരമായി തോന്നിയൊരു കാര്യം, വാട്ട്സ് ഫാസിനേറ്റിംഗ് ഹിയർ ഇസ്, ഈ കോമ്പോസിഷന്റെ സ്ട്രക്ചറിനെ സോഴ്സ് എങ്ങനെ കാണുന്നു എന്നതാണ്. ബിഗിനിങ്, ബോഡി, പിന്നെ എൻഡ്. അതെ, തുടക്കം, അതായത് ഇൻട്രൊഡക്ഷൻ. വെറുതെ തുടങ്ങിയാൽ പോരാ, മെയിൻ ഐഡിയ വ്യക്തമാക്കണം, റീഡറിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കണം. ആ ലെങ്കൂർ കുഞ്ഞിന്റെ കാര്യം പറയുന്ന വാചകം നത്തിങ് കുഡ് ബി മോർ ഇമ്പോർട്ടന്റ്. എത്ര കൃത്യമായാണ് വിഷയത്തിലേക്ക് വരുന്നതല്ലേ? സ്ട്രെയിറ്റ് ടു ദ പോയിന്റ്. ശരിയാണ്. ഇനി ബോഡി, പ്രധാന ഭാഗം. അത് വെറുതെ കുറേ കാര്യങ്ങൾ എഴുതി നിറയ്ക്കലല്ല, പാരഗ്രാഫ്സായി തിരിച്ച് വിഷയം ഡെവലപ്പ് ചെയ്യണം.
അവിടെയാണ് സൈൻ പോസ്റ്റിന്റെ ആവശ്യം വരുന്നത്. അതെ, ടോപ്പിക് സെന്റൻസസ് അല്ലെങ്കിൽ ഫസ്റ്റ്ലി, സെക്കൻഡ്ലി പോലുള്ള വാക്കുകൾ വായനക്കാരന് ഒരു ദിശാബോധം കൊടുക്കാൻ. അതുപോലെ ആ പാരഗ്രാഫ്സ് തമ്മിൽ ഒരു സ്മൂത്ത് ഫ്ലോ കിട്ടാൻ ലിങ്കിംഗ് ഡിവൈസസ് ഉപയോഗിക്കണം. ശരിയാണ്, അല്ലെങ്കിൽ ഓരോന്നും വേറെ വേറെ നിൽക്കും. അതിന് കീവേഡ്സ് റിപ്പീറ്റ് ചെയ്യാം, റെപ്പിറ്റിഷൻ, ഒരു ക്വസ്റ്റ്യൻ ആൻസർ രീതി ഉപയോഗിക്കാം, സമ്മറൈസിംഗ് ക്ലോസസ് ചേർക്കാം. പിന്നെ ദിസ്, ദാറ്റ് പോലുള്ള പ്രൗനൗൺസ് അല്ലെങ്കിൽ ദെയർഫോർ, ഹൗഎവർ പോലുള്ള ലോജിക്കൽ കണക്റ്റേഴ്സ്, ഇതൊക്കെ ആ ഒഴുക്കിന് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ വായനക്കാർക്ക് ഇതെങ്ങോട്ടാ പോകുന്നതെന്നൊരു പിടിയും കിട്ടില്ല. ഇനി അവസാനം കൺക്ലൂഷൻ, അതും പ്രധാനമാണ്. അതെ, പെട്ടെന്ന് നിർത്തിപ്പോകരുത്. മെയിൻ പോയിന്റ്സ് ഒക്കെ ഒന്ന് സമ്മറൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ വിഷയം ഭംഗിയായി ഒന്ന് റൗണ്ട് ഓഫ് ചെയ്യുകയോ വേണം. ആ പിന്നെ സോഴ്സ് പ്രത്യേകം പറയുന്നുണ്ട്. ഇൻ കൺക്ലൂഷൻ, ടു സം അപ്പ് പോലുള്ള ക്ലീശകൾ ഒഴിവാക്കാൻ. അത് നല്ലൊരു പോയിന്റാണ്. ഒരുപക്ഷെ ഒരു റെമഡി നിർദ്ദേശിക്കാം, അല്ലെങ്കിൽ ഒരു വാല്യൂ ജഡ്ജ്മെന്റ് നൽകാം. ആ ബോംബെയിലെ ഭക്ഷണശാലകളെക്കുറിച്ചുള്ള അഭിപ്രായം അവസാനം കൊടുത്തത് ഓർക്കുന്നില്ലേ? ഓർക്കുന്നു. അല്ലെങ്കിൽ ഒരു ലുക്ക് എഹെഡ്, ഭാവിയെക്കുറിച്ച് പറയാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, പുതിയ ടോപ്പിക്സ് ഒരിക്കലും കൺക്ലൂഷനിൽ കൊണ്ടുവരരുത്. അവിടെ നിർത്തണം. ശരിയാണ്. എഴുതിക്കഴിഞ്ഞാലും പണി തീർന്നില്ല. റിവിഷൻ, അതും സോഴ്സ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും. ഉറക്കെ വായിച്ചു നോക്കണം, ക്ലാരിറ്റി ഉണ്ടോയെന്ന് നോക്കണം. ദയവായിട്ടുള്ള റെപ്പിറ്റേഷൻ ഒഴിവാക്കണം. പിന്നെ ഈ എറേഴ്സ് ഓഫ് ഗ്രാമർ, യൂസേജ്, സ്പെല്ലിംഗ്, പങ്ക്ച്വേഷനൊക്കെ തിരുത്തണം. ശരിക്കും പറഞ്ഞാല് സ്വന്തം എഴുതിലെ തെറ്റ് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷെ അത് ചെയ്തേ പറ്റൂ. അതെ അതെ. അപ്പോ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? സോ വാട്ട് ഡസ് ദിസ് ഓൾ മീൻ? ഒരു ഇഫക്റ്റീവ് കമ്പോസിഷൻ എഴുതണമെങ്കിൽ നല്ല പ്ലാനിംഗ് വേണം. ടോപ്പിക് സെലക്ഷൻ, ലിമിറ്റിംഗ്, ഔട്ട്ലൈനിംഗ്, ഇതൊക്കെ. പിന്നെ ഏത് തരം രചന വേണം? എക്സ്പോസിറ്ററി ആണോ, ആർഗ്യുമെന്റേറ്റീവ് ആണോ എന്നൊക്കെയുള്ള ധാരണ. യുക്തിസഹമായ ഒരു സ്ട്രക്ചർ, ബിഗിനിങ്, ബോഡി, എൻഡ്, നല്ല ലിങ്കിംഗ് ഡിവൈസസ് ഒക്കെ ആയിട്ട്. പിന്നെ അവസാനത്തെ പക്ഷേ പ്രധാനപ്പെട്ട റിവിഷൻ. അതെ, സോഴ്സിൽ കണ്ട ഈ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുന്നു. ഇത് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ദിസ് റേസസ് ആൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. മറ്റ് എക്സ്റ്റേണൽ സോഴ്സസിന് പുറമെ നിങ്ങളുടെ സ്വന്തം ചിന്തകളും സ്വയം പര്യവേഷണവും, യുവർ ഓൺ തിങ്കിങ് ആൻഡ് സെൽഫ് എക്സ്പ്ലോറേഷൻ ഏറ്റവും മികച്ച റിസോഴ്സസ് ആകാം എന്ന് സോഴ്സ് പറയുന്നുണ്ടല്ലോ. ശരിയാണ്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾക്ക് ചിട്ടയായി എന്തെങ്കിലും എഴുതേണ്ടി വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ പേഴ്സണൽ റീസോഴ്സ് എങ്ങനെ കൂടുതൽ നന്നായി ഉപയോഗിക്കാൻ കഴിയും, അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്.